കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത്? ഈ പദ്ധതികളെല്ലാം UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സാർ? നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? 8 വർഷക്കാലം ചാണ്ടി ഉമ്മൻ കത്തിക്കയറി അലറി വിളിക്കുകയാണ് പിണറായി വിജയൻ. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ CPM-നെ തകർത്തുകൊണ്ട് വിജയിച്ച ആളാണ് ചാണ്ടി ഉമ്മൻ. രാഷ്ട്രീയ പ്രവേശനത്തിൽ കന്നി മത്സരത്തിൽ തന്നെ CPM ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം കണ്ട് തകർന്ന് തരിപ്പണമായി. അതിശയിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടെ കന്നി അംഗം ജയിച്ചു കയറിയ ചാണ്ടിയുടെ വിജയത്തെ സഹതാപ തരംഗം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ CPM ശ്രമം നടത്തിയെങ്കിലും ഏറ്റില്ല എന്നതാണ് വാസ്തവം. നിയമസഭയിലെത്തിയ ചാണ്ടി ആദ്യ പ്രസംഗം കൊണ്ട് തന്നെ എതിരെ നിന്നവരെ കൊണ്ടുവരെ കൈയടിപ്പിച്ചു. ഇത് കണ്ട് പിണറായി വിജയൻ ആകെ തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. അരിശമടക്കാൻ കഴിയാതെ മുഖ്യൻ അലറി വിളിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പയോടുള്ള സ്നേഹം കൊണ്ട് ജനം നൽകിയ ഔദാര്യമല്ല, ജനങ്ങൾക്ക് വേണ്ടി അപ്പയുടെ വഴി സ്വീകരിച്ചവന്റെ നിശ്ചയദാർഢ്യത്തിനുള്ള അംഗീകാരമാണ് ചാണ്ടി ഉമ്മന ജനങ്ങൾ നൽകിയ ഓരോ വോട്ടും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിണറായി വിജയനെ കടന്നാക്രമിച്ചുകൊണ്ട് ചാണ്ടി സഭയിൽ ഹീറോയായി. പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ എണ്ണി പറഞ്ഞ് ചാണ്ടി കയ്യടി നേടി. ഈ 8 വർഷക്കാലം കൊണ്ട് എന്ത് വികസനമാണ് LDF സർക്കാർ കേരളത്തിൽ ചെയ്തത്? സ്വന്തമായി തുടക്കം കുറിച്ച് പൂർത്തിയാക്കി ജനങ്ങൾക്കായി സമർപ്പിച്ച ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചാണ്ടി ഉമ്മൻ ആഞ്ഞടിച്ചു. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും നിർജീവമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷമയെ പിണറായി വിജയൻ സർക്കാർ പരീക്ഷിക്കുകയാണ്. അങ്ങനെ പിണറായിയെ കടന്നാക്രമിച്ചുകൊണ്ട് സഭയിൽ കത്തിക്കയറുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. പിന്നെ നടന്നത് ചരിത്രമെന്ന് തന്നെ പറയേണ്ടി വരും. ചാണ്ടി ഉമ്മൻ, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ്. ആദ്യമേ തന്നെ വൻപിച്ച ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയുവാൻ ഈ അവസരമെടുക്കുകയാണ്. അതുപോലെ സർ, അങ്ങേക്കറിയാം 52 വർഷക്കാലം പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നൊരു ആരോപണം നിരന്തരം ഉന്നയിച്ചു ഭരണപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, അതുപോലെ ഇലക്ഷനിലെ പ്രതിപക്ഷം. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് പ്രത്യേക നന്ദി. അതുപോലെ തന്നെ 52 വർഷക്കാലം പുതുപ്പള്ളിയിലെ വികസനം ഉറപ്പാക്കിയ എൻ്റെ പിതാവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ധനസ്ഥിതി മാറ്റുന്നതിനായി യാതൊന്നും ഈ ബഡ്ജറ്റിലുള്ളതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ഈ ബഡ്ജറ്റിനെ എതിർക്കുവാനുള്ള കാരണം. സർ, കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ വിവേചനത്തെക്കുറിച്ചാണ് ഇവിടെ വാചാലമായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം ഞങ്ങളെ വിവേചനപരമായി നേരിടുന്നു എന്നുള്ളത്. പക്ഷേ സർ, നിങ്ങളെന്താണ് കാണിക്കുന്നത്? ഇവരെന്താണ് കാണിക്കുന്നത്? സർ, പ്രതിപക്ഷ MLA-മാരോടുള്ള നയം എന്താണ്? പ്രതിപക്ഷ MLA-മാർക്ക് എന്താണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്? ഭരണപക്ഷ MLA-മാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി ഫണ്ട് പോലും പ്രതിപക്ഷ MLA-മാർക്ക് നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പം ഫണ്ട് തരുന്നില്ല എന്ന് പറയുന്ന കേന്ദ്രം ഞങ്ങളോട് മാത്രം എന്താ ഒരു ചിറ്റമ നയം? അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള സമീപനമല്ല സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 8 വർഷം മുമ്പ് മെയ്ഡൻ സ്പീച്ച് ഇന്ററപ്റ്റ് ചെയ്യാറില്ല. 8 വർഷം മുമ്പ് കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം എന്ന് ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നു. മാറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എണ്ണി പറയാൻ സാധിക്കും. കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ എന്തുണ്ട് ഈ സർക്കാർ പറയാൻ സാധിക്കുന്നത്? ഈ പദ്ധതികളെല്ലാം UDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പദ്ധതികളല്ലേ സാർ? നിങ്ങൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ പൂർത്തിയാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതി ഉണ്ടോ നിങ്ങൾക്ക് പറയുവാൻ? 8 വർഷക്കാലം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? എല്ലാ തെരഞ്ഞെടുപ്പാകുമ്പോഴും സ്റ്റണ്ടുമായി വരും. എന്താ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അന്നും പറഞ്ഞു തിരുവനന്തപുരത്ത് മെട്രോ നടപ്പാക്കും, കോഴിക്കോട് നടപ്പാക്കുമെന്ന് പറഞ്ഞു. 4 വർഷം കഴിഞ്ഞു, ഇല്ല. ഇന്നതാ അടുത്ത ഇലക്ഷൻ വന്നിരിക്കുക. അടുത്ത ഇലക്ഷൻ ആയപ്പോൾ പറയുന്നു ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കും. യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സാർ? ഇവരിത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം UDF സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. 2014
ഈ 2 മെട്രോകൾക്കും വേണ്ടി രൂപരേഖ തയ്യാറാക്കി. 2014 ഒക്ടോബറിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്ലാൻ തയ്യാറാക്കി DMRC സർക്കാരിന് സമർപ്പിച്ചു. 2015 മെയ് മാസം DMRC കൺസൾട്ടന്റായി സർക്കാർ നിയമിച്ചു. പ്രോജക്റ്റ് തയ്യാറാക്കി. അവര് സെൻട്രും സ്റ്റേറ്റും ചേർന്ന് ജോയിന്റ് പ്രോജക്റ്റായി ചെയ്യാനും തീരുമാനിച്ചു. 2015 ജൂണിൽ കേരള റെയിൽ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് രൂപീകരിച്ചു. 2015 സെപ്റ്റംബറിൽ ഉത്തരവിലൂടെ സർക്കാർ പദ്ധതി രേഖ അംഗീകരിച്ചു. സർ, കേന്ദ്ര അനുമതി കിട്ടുവാൻ 2 വർഷം താമസമെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാർ പണി തുടങ്ങാൻ ഉള്ള നിർദ്ദേശം DMRCക്ക് കൊടുക്കുകയും DMRC പ്രാഥമികമായ പരിപാടികൾ ചെയ്യുകയും ചെയ്തു. സർ, 2016 ജനുവരിയിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും ഓഫീസുകൾ തുറന്നു. സർ, ആ ഓഫീസുകൾ തുറന്നതിന് ശേഷം ഒരു കല്ല് പോലും എടുത്തു വെക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും മെട്രോ നടപ്പാക്കുമെന്ന്. സാർ, ഇത് നാണക്കേടല്ലേ സർ? അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു വിഴിഞ്ഞത്തിന് 2 പതിറ്റാണ്ടിന്റെ താമസം ഉണ്ടാകുന്നു കണ്ടുപിടുത്തം ഈ ബഡ്ജറ്റിലുണ്ട്. സാർ, 2 പതിറ്റാണ്ടിന്റെ താമസമല്ല സാർ, 5 വർഷത്തെ താമസമേ ഉള്ളൂ. അത് ഈ 5 വർഷത്തെ താമസം വരുത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണെന്നുള്ള യാഥാർത്ഥ്യം അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 2019 തീരേണ്ട പ്രോജക്റ്റാണ്. 2016 UDF സർക്കാർ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടാണ് 15 തറക്കല്ലിട്ടത്. പക്ഷേ എന്തായി? 2019 തീരേണ്ടത് ഇന്നും തീർന്നിട്ടില്ല. ഈ 2024 മെയ്യിലാണ് തീരുമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് ഈ സർക്കാർ ഒരു നേട്ടമായിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും സൂര്യോദയ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട്, സൺറൈസ് എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട്, ആ സൺറൈസ് എക്കോണമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ് മിക്കുള്ള പ്രോജക്ട്സും പറയുന്നത്. ആ പ്രോജക്ട്സ് നടപ്പാക്കുവാൻ ഇച്ഛാശക്തി കാണിച്ചത്, ഈ ഘട്ടം വരെ വിഴിഞ്ഞത്തെ എത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെ അംഗീകരിക്കുവാൻ എന്തെങ്കിലും ചെയ്തോ ഈ സർക്കാർ? കേരളത്തെ പറഞ്ഞും എഴുതിയും തോൽപ്പിക്കരുതെന്നാണ് മറ്റൊരു ആവശ്യം. ഇവിടെ കേരളത്തെ അതിതീവ്ര തൊഴിലാളി സമരങ്ങളുടെ നാടാണെന്ന് പ്രചരണം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇത് പ്രചാരണം മാത്രമാണോ? ആരാണ് ഇവിടെ അതിതീവ്ര തൊഴിൽ സമരങ്ങൾ ഉണ്ടാക്കിയത്? ട്രാക്ടറിനെതിരെ സമരം, കമ്പ്യൂട്ടറിനെതിരെ സമരം, സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മെട്രോവിന്റെ തറക്കല്ലിടാൻ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച സമരം കൊണ്ടാ. ADB വന്നപ്പോൾ സമരം. എല്ലാത്തരം സമരങ്ങൾ നടത്തിയിട്ട് ഇന്ന് പറയുന്നു പ്രതിപക്ഷമാണ് ഈ തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്നുള്ളത്. എന്തൊക്കെയുണ്ട്? പ്രിയപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറയുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങളുടെ നയംമാറ്റം ശരിക്കും പറഞ്ഞാൽ ഓന്തിനെ പോലും ലജ്ജിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപത്തിനും വിദേശ സർവകലാശാലകൾക്കുമായി വാദിച്ചതിന്റെ പേരിൽ ശ്രീ TP ശ്രീനിവാസനെ ആക്രമിച്ചത് കേരള സമൂഹം കണ്ടതാ. ഇന്നും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാർ അദ്ദേഹത്തെ അടിക്കുന്ന രംഗങ്ങൾ നമുക്ക് കേരള സമൂഹത്തിന് നാണക്കേടാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് വന്ന് അത് സൃഷ്ടിച്ചവർ പറയുകയാണ്, ആ സാഹചര്യം സൃഷ്ടിച്ചവർ പറയുകയാണ് ഇന്ന് അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോവുകയാണെന്ന്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പക്ഷേ എത്ര വൈകി? വികസനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എത്രമാത്രം പിന്നിലാണെന്ന് സ്വയം വിലയിരുത്തുവാനുള്ള അവസരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർഷക ആത്മഹത്യകൾ സാർ, കാർഷിക രംഗത്ത് നോക്കുമ്പോൾ ഈ കർഷക ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2023 9 കർഷകരാണ് ആത്മഹത്യ ചെയ്തെന്ന് കണക്കുകൾ. 2024 2 പേർ. ഇത് കാർഷിക രംഗത്തെ നിങ്ങൾ അവഗണിക്കുന്നതുകൊണ്ടല്ലേ? നിങ്ങൾ നവകേരള സദസ്സ് നടത്തി, ഒത്തിരി പേരെ വാക്കുകൾ കേട്ടു. പക്ഷേ ഒരു കർഷകന്റെ എങ്കിലും വാക്ക് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. കർഷകരെ പല വിധത്തിൽ ദ്രോഹിച്ചിരിക്കുകയാണ്. അതിനകത്ത് നെല്ലിന്റെ കാര്യം മാത്രം മതി. 2015 കേന്ദ്രം നെല്ലിന്റെ താങ്ങുവിലയിൽ 50 പൈസ വർദ്ധിപ്പിച്ചപ്പോൾ അന്നത്തെ UDF സർക്കാർ 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്, 4 ഇരട്ടി. ഇന്ത്യയിൽ ഏറ്റവും അധികം അരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ എത്രയാണ് നെല്ലിന്റെ താങ്ങുവില നിശ്ചയിച്ചത്? കേന്ദ്രം 1.43 രൂപ കൂട്ടിയപ്പോൾ അത്രയും തുക സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് ബോണസിൽ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമത്തിന് ഈ വർഷം വകയിരുത്തിയ തുകയിൽ 14.2 ചെലവഴിച്ചത്. ഇനി മാർച്ച് 31 എത്ര ചെലവഴിക്കാൻ പറ്റും? കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ ഒരു ചെലവും വന്നിട്ടില്ല. ഒരു ഫണ്ട് പോലും ഇതുവരെ റിലീസ് ചെയ്തിട്ടുമില്ല. അതുപോലെ തന്നെയാണ് സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ധനകാര്യ പ്രതിസന്ധി. ആരാണ് ഉണ്ടാക്കിയത് സാർ? പദ്ധതി ചെലവുകളുടെ പുരോഗതി വെറും 30% മാത്രമാണ്. എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും പറഞ്ഞുകൊണ്ടിരുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വീഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ പദ്ധതി ചെലവുകളുടെ ബില്ലുകൾ മാറിയെടുക്കുന്നതിന് നിങ്ങൾ തടസ്സം കൊണ്ടുവന്നില്ലേ സാർ? കഴിഞ്ഞ ദിവസം സാർ അതുപോലെ തന്നെയാണ് പെൻഷന്റെ കാര്യം. എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു KSRTCയുടെ പെൻഷൻകാരനെ വിളിച്ചു പറഞ്ഞു, ഈ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണം, ഞങ്ങളുടെ അവസ്ഥ വളരെ ഏറ്റവും പരിതാപകരമാണ് സാർ. ഈ പെൻഷൻ തടഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ്? മധ്യപ്രദേശിലുള്ള BJP ഗവൺമെന്റ് മാതൃകയാണ്. ഇലക്ഷന് വരെ പെൻഷൻ കൊടുക്കാതിരിക്കുക, ഇലക്ഷന് ശേഷം പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇലക്ഷൻ തൊട്ട് മുമ്പ് പെൻഷൻ കൊടുക്കുക എന്നുള്ള നയം നിങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് പഠിക്കാൻ സ്വീകരിക്കുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു.
നന്ദി.